ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ നല്ലൊരു കല്ലമുക്കായ് ബിരിയാണീൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ആക്കിന്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല മഴയല്ലേ, അതുകൊണ്ട് തന്നെ മുറ്റവും പറമ്പും എല്ലാം നല്ലോണം കാട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് അണ്ണനെ വിളിച്ചിട്ട് അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒറോട്ടിയാണ് കേട്ടോ. ഒറോട്ടി ഞാനിവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അണ്ണൻ്റെ ചായൻ്റെ സമയമാകുമ്പോഴത്തേക്കും അണ്ണനിതാ ഒറോട്ടിയും ചായയും എല്ലാം കൊണ്ടു കൊടുക്കട്ടെ. പിന്നെ ഇവർ മീൻ ഇറച്ചി അങ്ങനത്തെ ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അണ്ണന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഒറോട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ലിവക്കുട്ടി ഫുഡിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടേനും. അങ്ങനെ ഇതാ ലിവക്കും കൂടെ ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. ഇടയ്ക്കിടെ തോരാത്ത നല്ല മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേനും. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, അണ്ണന് പണിക്ക് വന്നോണ്ടോ എന്താ അറിയില്ല കേട്ടോ, ഇന്ന് കുറച്ചൊരു ആറ്റം കാണുന്നുണ്ട്. ആറ്റം മീൻസ് മഴക്കാലത്ത് മഴയില്ലാത്തൊരു ദിവസം ഉണ്ടാവില്ലേ, അതിനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ മഴയില്ലാത്ത സമയത്ത് അണ്ണനിതാ ഇവിടുന്ന് പണിയെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അവിടെ ഒരു കൊക്ക് വന്നിട്ടുണ്ടേനു കേട്ടോ. നമ്മൾ കുറച്ച് സമയം കൊക്കിനെല്ലാം നോക്കി മുറ്റത്തെല്ലാം ഇങ്ങനെ കറങ്ങി നടന്ന് പിന്നെ ഉള്ളിലേക്ക് വന്നിട്ട് ലഞ്ചിൻ്റെ പരിപാടി നോക്കലാണ് കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് കല്ലുമ്മക്കായ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കല്ലുമ്മക്കായ് തലേന്ന് നന്നായിട്ട് പുഴുങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടേനും നേരത്തെ. പിന്നെ ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ മോളിതാ അടിച്ചു വാരി തരുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത സമയത്ത് അവരെയും കൂടെ നമ്മളെ വീട്ടു ജോലികളിൽ ഉൾപ്പെടുത്തുകയെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അത്. അപ്പോൾ നമ്മളെ കാര്യങ്ങളിൽ, നമ്മളെ വീട്ടു ജോലികളിൽ നമ്മളെ മക്കളും കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മോളിവിടെ അടിച്ചു വാരി തരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പണി എനിക്കന്ന് ഫ്രീ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് പുഴുങ്ങി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ കല്ലുമ്മക്കായ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവാൻ. സാധാരണ ഉപ്പും മഞ്ഞളും മുളകും കൂടെ തേച്ച് പിടിപ്പിച്ച് അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കല്ലേ ചെയ്യുക. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിക്കോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കല്ലുമ്മക്കായ് അവിടെ പൊരിഞ്ഞു വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായ് നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലോണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നും അങ്ങ് പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ഹാഫ് കുക്കായിട്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൂട് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 പച്ചമുളക് നീളത്തിൽ കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒക്കെ പച്ചമണം മാറി വരുന്നത് വരെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നമ്മളെ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ വാടി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലല്ലേ ഉണ്ടാവാൻ. അപ്പോൾ അങ്ങനെ അതെല്ലാം വാടിയതിന് ശേഷം ഞാനിവിടെ ഒരു 3 വലിയ ഉള്ളി ചോപ്പറിലിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടാനും വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ലോണം സോഫ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് 4 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി കൂടെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം അതും കൂടെ സോഫ്റ്റായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്.
അങ്ങനെ ദാ തക്കാളി വാടി വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചോറിന് ആവശ്യമായിട്ടുള്ള അരി ഞാനിവിടെ കഴുകി വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകിയിട്ട് വെള്ളം വരാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി നല്ലോണം സോഫ്റ്റായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നല്ലോണം അരി വറുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ബിരിയാണി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നല്ല മഴ പെയ്യുന്ന സമയത്ത് കല്ലുംകായ കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ റെഡിയാക്കി നോക്ക്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവാൻ. ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. എന്തായാലും റെഡിയാക്കി നോക്ക്, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അരി വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാനും വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ആക്കി കഴിഞ്ഞാൽ അരി ഇങ്ങനെ പദം, അതായത് സോഫ്റ്റായി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അരി വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതാ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അരി വറുത്തതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിലിട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടൂലേ, അതാണ് കേട്ടോ അരി വറുത്തതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് നല്ലോണം തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കെറ്റിൽ 6 കപ്പ് അളവിൽ വെള്ളം തിളപ്പിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനും. അങ്ങനെ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ ഉള്ളിയിൽ ഉപ്പിട്ടതാണല്ലോ, അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളകും 1 ടേബിൾ സ്പൂണ് വിനെഗറും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-8 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അണ്ണൻ്റെ പണി എവിടെ വരെ ആയിന്ന് ഞാൻ കാണിക്കട്ടാ. ബാക്കിലെ ഭാഗങ്ങളൊക്കെ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ മുമ്പിലുള്ള റോഡിൻ്റെ മുമ്പിലുള്ള ആ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അവിടെയൊക്കെ അങ്ങനെ കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ അണ്ണനെ ഇനി അടുത്തതായിട്ട് ക്ലീനാക്കി എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ നോക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാ ഭാഗവും നല്ലോണം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മൾ ചോറിന് നല്ലൊരു ടേസ്റ്റ് കൂടി വരാൻ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പച്ച തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കട്ടെ, അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ കല്ലുമുക്കായി, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നിന്നും കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ കല്ലുമുക്കായി കൂടെ ചേർത്തിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു കല്ലുമുക്കായിൻ്റെ ഫ്ലേവറും തേങ്ങൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ഇറങ്ങുമ്പോൾ ആ ഒരു റൈസ് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അങ്ങനെ എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കല്ലുമ്മക്കായ റൈസ് ഇവിടെ പാകത്തിന് വെന്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ കുറച്ച് കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തത്, അതും പിന്നെ ഒരു പിടി മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് പിന്നെ ഒന്നുകൂടെ നല്ലോണം ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെക്കട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മഴയത്ത് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ 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 ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. കല്ലുംകായ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ ചെമ്മീനില്ലേ കൊഞ്ചന്, അത് വെച്ചിട്ടും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കല്ലുംകായ് റൈസിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയും കച്ചമ്പറും ഒക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ ആയിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ അതിൻ്റെതായ പാകപ്പിഴവുകളും തെറ്റുകളും എല്ലാം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരും ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുള്ളുണ്ട്. എൻ്റെ മടിയും എന്താ പറയുക എല്ലാം മാറ്റി വെച്ച് നല്ല കുട്ടിയായിട്ട് വീഡിയോസ് എല്ലാം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ടും സ്നേഹവും ഒക്കെ പോലെ തന്നെ ഇനി അങ്ങോട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കല്ലുംകായ് ബിരിയാണിയെല്ലാം ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.